വളരെ ഈസി ആയിട്ടും രുചികരവുമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടത്. ഇത് മാഷിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ്. 2 ദിവസം ഞാൻ വീട്ടിലേക്ക് മാറി നിന്ന കാരണം ചെറുതായിട്ട് ഞെക്കം പിടിച്ചു. പക്ഷേ ഈ നിറമൊന്നും നോക്കണ്ട കേട്ടോ, ഉള്ളിൽ അസാധ്യ പുളിയാണ്. നമുക്ക് ഉപ്പ് കൂട്ടി തിന്നാൽ കൂടി പുളി മുന്നിലേക്ക് നിൽക്കും. അതേപോലെ പുളിയുള്ളൊരു മാങ്ങയാണത്. തൊലിക്ക് നല്ല കട്ടിയാണ്, തൊലി മുഴുവൻ അരിഞ്ഞു കളയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഡ്രസ്സിൻ്റെ മുകളിലേക്ക് തൂങ്ങി നിന്ന മാങ്ങയായതുകൊണ്ട് കറുപ്പ് ബാധിച്ചു. അപ്പോൾ തൊലി എന്തായാലും കളയാതെ വയ്യ. തൊലിയും രുചിയുള്ളതാണ്, ശരിക്കും അങ്ങനെയാണ് ഇടേണ്ടത് അച്ചാർ. ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞ് എടുക്കുന്നുണ്ട്. ഒരു 8 കഷ്ണം, ഒരു മാങ്ങേനെ ഒരു 8 കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ആദ്യം ഇങ്ങനെ ക്രോസ് ചെയ്ത് മാത്രം അരിഞ്ഞു, പക്ഷേ വീണ്ടും തോന്നി എനിക്ക് ഒരു 2 കഷ്ണം കൂടി ആക്കാമെന്ന്. അങ്ങനെ നെടുകെ കൂടി അരിഞ്ഞെടുത്തു. അതുപോലെ തന്നെ മാങ്ങാണ്ടിമേ പിടിച്ചിരിക്കുന്ന ബാക്കി മാങ്ങയുടെ ഫ്ലഷ് എല്ലാം വടിച്ചെടുത്ത പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് അതൊക്കെ നന്നായി രുചി വരും അച്ചാറിന്, അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ ക്രോസ് ചെയ്തും കൂടി നുറുക്കി ബാക്കി എല്ലാ ഫ്ലഷും എടുത്തു കഴിഞ്ഞതിന് ശേഷം 2 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഒരു ദിവസം ഇതിങ്ങനെ പുറത്ത് ഇരിക്കട്ടെ, അടച്ച് വെക്കുക, ഈ മൺചട്ടിയിൽ തന്നെ ഇരിക്കുക. കാരണം ഇത് ഉപ്പ് പിടിക്കാനുണ്ട്. അതിനുശേഷം ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക ഒരു 2-3 ദിവസം. അച്ചാർ ഇടേണ്ട ദിവസം ഒരു കഷ്ണം കായത്തിനെടുത്ത് ചെറുതായിട്ട് നുറുക്കി വറുക്കുക. വറവെത്താൻ അതാണ് എളുപ്പം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ എടുക്കുക. അതും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്ത് കോരുക. അതിനുശേഷം ഒരു പിടിയല്ല, ഒരല്പം, ഒരു 1/2 ടീസ്പൂൺ കടുക് എടുക്കുന്നുണ്ട്. ആ കടുകും കൂടി ഇതിനകത്തിട്ട് പൊട്ടി വരുമ്പോൾ അതും കോരി മാറ്റി വയ്ക്കുക. ഒരു 10 വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് ബ്രൗൺ നിറമാവുന്നവരെ വഴറ്റി മാറ്റി വെച്ചു. ഒരു 7 വറ്റൽമുളക് നന്നായിട്ട് ചൂടാക്കി അതും എടുക്കുന്നുണ്ട്. അപ്പോൾ ആ വറ്റൽമുളക് ഒഴികെ ബാക്കി എല്ലാതും ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം വീണ്ടും വറ്റൽമുളക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് അതൊന്ന് വടിച്ച് അത് എടുത്തു. അടികട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് വെച്ചിരിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ തികച്ച മുളക് പൊടി ഇട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ മുൻപ് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മിശ്രിതം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ശേഷം ഈ ഉപ്പുമാങ്ങ, ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഉപ്പുമാങ്ങ എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൂട്ടി ഇളക്കുക. കണ്ട നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ആ 2 ദിവസം മാറ്റി വെച്ചത്. അപ്പം നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് കൂട്ടി നന്നായിട്ട് ഇളക്കുക. ഈ സമയത്ത് ഉപ്പിൻ്റെ പോരായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇത് അതീവ രുചികരമായിട്ടുള്ളൊരു മാങ്ങ അച്ചാറാണ്. അച്ചാറിലെ എണ്ണയെടുത്ത് ഈ കുപ്പിയിലേക്ക് ഒന്ന് ചുറ്റിക്കുക. എല്ലാ ഭാഗത്തേക്കും, കുപ്പിയുടെ എല്ലാ ഭാഗത്തേക്കും ചുറ്റിച്ച് വെക്കുക. എല്ലാ ഭാഗത്തേക്കും എണ്ണ എത്തുന്നത് നല്ലതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ജലാംശവും ഒന്നും ഇല്ലാത്ത കുപ്പിയാണെങ്കിൽ കൂടിയും അങ്ങനെ വെക്കുന്നതാണ് ഒരു സേഫ്റ്റി. പിന്നെ അച്ചാറിട്ട പാത്രത്തിലേക്ക് കുറച്ച് ചൂട് ചോറിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ എല്ലാ ഗന്ധം വന്ന് തുടങ്ങിയപ്പോൾ പിള്ളേർ ഓടി വന്നു. അങ്ങനെ പിള്ളേർക്ക് ഓരോ വായ വാരി കൊടുത്ത് ഞാനത് കഴിച്ചു. അച്ചാറിൻ്റെ രുചി നോക്കാൻ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ചെടുത്ത് അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അവൻ പറയുന്നത് തീ സീനാണെന്ന്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം വന്ന് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ.